ഹായ് ഫ്രണ്ട്സ്, ഇതുപോലത്തെ ട്രാൻസ്പെറൻറ്റ് കവറുകൾ വെച്ചാണ് ഇന്നത്തെ ക്രാഫ്റ്റ് വർക്ക് ചെയ്തെടുക്കുന്നത്. ഇതുപോലെ കുറേ കവറുകൾ നമ്മൾ സൂക്ഷിച്ച് വെച്ചിട്ടുണ്ട്. ഇതെല്ലാം വെച്ച് ഒരു അടിപൊളി ക്രാഫ്റ്റ് വർക്ക് ചെയ്തെടുക്കാം. ആദ്യം നമ്മൾ എടുത്തിട്ടുള്ള ഈ ഒരു കവറിൻ്റെ അടിവശം കട്ട് ചെയ്ത് മാറ്റുകയാണ്. അതിനുശേഷം ഇതുപോലെ നിവർത്തി വെച്ചിട്ടുണ്ട്. ഇതുപോലെ ചെയ്തെടുത്തതിന് ശേഷം ഇവിടെ നമുക്ക് കട്ട് ചെയ്ത് കൊടുക്കാം. 2 എണ്ണം നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നീട് നമ്മൾ ഈർക്കിളി എടുത്തിട്ടുണ്ട്, കെട്ടിക്കൊടുക്കാൻ നൂലും എടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഈർക്കിളി ഇതുപോലെ അതിലേക്ക് വെച്ച് കൊടുക്കണം. ഈ ഒരു ഭാഗത്തായിട്ട് നമുക്ക് നൂല് വെച്ച് കെട്ടിക്കൊടുക്കാം. ഇനി ഇതുപോലത്തെ കവറുകളൊന്നും ആരും വെറുതെ കളയരുത്. ഇനി നമ്മളത് ഇതുപോലെ ഒന്ന് വെച്ച് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കിതിൽ പെയിൻറ്റ് ചെയ്തെടുക്കണം. നമ്മളിവിടെ എടുത്തിട്ടുള്ള 2 കളർ പെയിൻറ്റും നമ്മളിതിൽ കൊടുത്തെടുക്കുന്നുണ്ട്. പറ്റുന്നവരൊക്കെ നമ്മുടെ ഇന്നത്തെ ഈ ഒരു ക്രാഫ്റ്റ് ഐഡിയ ട്രൈ ചെയ്ത് നോക്കണേ. ഇനി നമുക്ക് പ്ലാസ്റ്റിക് കവർ ഇതുപോലെ ഈർക്കിളിയിലേക്കൊന്ന് വെച്ച് കൊടുക്കണം. ഇതിൻ്റെ ഈ ഒരു ഭാഗത്തായിട്ട് നമുക്ക് നൂല് വെച്ച് കെട്ടിക്കൊടുക്കാം. നൂല് വെച്ച് കെട്ടിക്കൊടുത്തതിന് ശേഷം അത് മുകളിലേക്ക് ഇതുപോലെ ഒന്ന് പൊക്കി കൊടുക്കണം. വീണ്ടും നമ്മളത് നൂല് വെച്ചൊന്ന് കെട്ടിക്കൊടുക്കുകയാണ്. ഇനി നമുക്കിതിൻ്റെ ഈ ഒരു ഭാഗം വിടർത്തി കൊടുത്ത് ശരിയാക്കി എടുക്കാം. ഫ്ലവറിൻ്റെ അരികിലൂടെ നമുക്ക് വിരൽ വെച്ച് ഇതുപോലെ ചെറുതായിട്ടൊന്ന് വലിച്ചു കൊടുക്കാം. അത് കീറിപ്പോവാതെ പതുക്കെ വലിച്ചു കൊടുത്താൽ മതി. ഇപ്പം നമ്മുടെ ഫ്ലവർ നമുക്ക് ഇതുപോലെ കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ തണ്ടിൽ ഗ്രീൻ ടാപ്പും കൂടെ ഒന്ന് ചുറ്റി കൊടുക്കാം. നമ്മുടെ ഈ ഒരു ക്രാഫ്റ്റ് ഐഡിയ ഷെയർ ചെയ്യാൻ പറ്റുന്നവരൊക്കെ മാക്സിമം ഷെയർ ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യണേ. ഇനി നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്ന അടുത്ത പീസും നമുക്ക് ഫ്ലവർ ആക്കി എടുക്കാം. ഇതിൽ നമ്മൾ യെല്ലോ കളർ പെയിൻറ്റും വൈറ്റ് കളർ പെയിൻറ്റും കൂടെയാണ് കൊടുത്തെടുത്തിട്ടുള്ളത്. ആദ്യം നമ്മൾ ചെയ്തെടുത്തതുപോലെ തന്നെ നമുക്ക് ഇതും ചെയ്തെടുക്കാം. ഈ ഒരു ഫ്ലവറിൻ്റെ തണ്ടിലും നമ്മൾ ഗ്രീൻ ടാപ്പൊക്കെ ചുറ്റിയെടുത്തു. ഇനി നമുക്ക് ഫ്ലവറിൻ്റെ നടുക്കായിട്ട് വൂളൻ ത്രെഡ് ചെറുതാക്കി കട്ട് ചെയ്തതും കൂടെ ഒട്ടിച്ചു കൊടുക്കാം. നിങ്ങളുടെ ഫാമിലിയിൽ ക്രാഫ്റ്റൊക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് വേണ്ടിയിട്ടൊക്കെ നമ്മുടെ ഇന്നത്തെ ഈ ഒരു ക്രാഫ്റ്റ് ഐഡിയ ഷെയർ ചെയ്ത് കൊടുക്കണേ. ഇതുപോലെ തന്നെ നമ്മൾ വേറെ കുറച്ച് പൂക്കൾ കൂടെ ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ കയ്യിൽ എത്ര പ്ലാസ്റ്റിക് കവറുകൾ ഉണ്ടെങ്കിലും നമുക്ക് ഇതുപോലെ കുറേ പൂക്കൾ ചെയ്തെടുക്കാം. ഇനി നമുക്ക് പൂക്കളിലേക്ക് ഇലകൾ ചെയ്തെടുക്കണം. അതിന് വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് കട്ടിയുള്ള ഒരു പേപ്പറിൽ ഗ്രീൻ കളർ പെയിൻ്റൊക്കെ കൊടുത്തെടുത്തിട്ടുണ്ട്. അത് നമ്മൾ മടക്കിയൊന്ന് കട്ട് ചെയ്തെടുക്കുകയാണ്. ഇനി നമുക്കത് ഇലയുടെ ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കണം. ഇതുപോലെ തന്നെ വേറെ കുറച്ച് ഇലകൾ കൂടെ നമ്മൾ ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നീട് നമ്മളിവിടെ പേപ്പർ ഗ്ലാസ്സുകളാണ് എടുത്തിട്ടുള്ളത്. ഇത് നമുക്ക് ഫ്ലവർ വേസ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടാണ്. അത് നമ്മളൊന്ന് ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ എടുത്തിട്ടുള്ള ലൈസും കൂടെ നമ്മൾ ഇതിലേക്കൊന്ന് ഒട്ടിച്ചെടുക്കുന്നുണ്ട്. ഇതുപോലെ നമ്മൾ ലൈസെല്ലാം അതിലേക്ക് ഒട്ടിച്ചെടുത്തു. ഇലകളെല്ലാം നമ്മൾ ഇതുപോലെ ഒന്ന് വളച്ചു കൊടുക്കുന്നുണ്ട്. അതിനുശേഷം ഇലകളെല്ലാം പേപ്പർ ഗ്ലാസ്സിന് ചുറ്റുമായിട്ട് ഇതുപോലെ ഒട്ടിച്ചെടുത്തു. ഇനി നമ്മൾ ചെയ്ത് വെച്ചിട്ടുള്ള പൂക്കളെല്ലാം നമുക്ക് ഇതിനകത്തേക്ക് വെച്ച് കൊടുക്കാം. നമ്മൾ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്ന എല്ലാ പൂക്കളും നമ്മൾ അതിനകത്തേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഇത് കണ്ടാൽ ആരെങ്കിലും പറയുക നമ്മൾ ട്രാൻസ്പെറൻറ്റ് പ്ലാസ്റ്റിക് കവറുകൾ വെച്ചാണ് ഈ പൂക്കളെല്ലാം ചെയ്തെടുത്തിട്ടുള്ളതെന്ന്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഈ ഒരു ക്രാഫ്റ്റ് വർക്ക് നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒരു ലൈക്ക് തരിക. ഇതുവരെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ ആരും മറന്നു പോകരുതേ. ഉടൻ തന്നെ മറ്റൊരു വീഡിയോയുമായി വരാം. ബൈ.